ഗ്രാമർ റൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നാം പ്രസൻറ്റ് ടെൻസിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നല്ലോ. അതിൽ 1ഉം 2ഉം ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തേതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, രണ്ടാമത്തേത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. രണ്ടിൻ്റെയും രൂപങ്ങൾ ഓർക്കുമല്ലോ. ദ ചൈൽഡ് ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ് എന്നുള്ളതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ രൂപം. പക്ഷേ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ഓർപ്പിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ദ ചൈൽഡ് ബ്രേക്സ് ദ ഗ്ലാസ് എന്നായിരുന്നു, ഗ്ലാസ് പൊട്ടിക്കുന്നു. കണ്ടിന്യൂസിൽ ദ ചൈൽഡ് ഈസ് ബ്രേക്കിംഗ് ദ ഗ്ലാസ്, കുട്ടി ഗ്ലാസ് പൊട്ടിക്കുകയാകുന്നു എന്ന്. മൂന്നാമത്തേത് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ദ ചൈൽഡ് ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്, ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് എന്നാവും മലയാളത്തിൽ. നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് പ്ലസ് ബ്രോക്കൺ, ബ്രോക്കൺ എന്നുള്ളത് ബ്രേക്ക് എന്നുള്ള പ്രസൻറ്റ് ഫോമിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇത് പ്രസൻറ്റ് ഫോം ബ്രേക്ക്, പാസ്റ്റ് ഫോം ബ്രോക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്കൺ. ഈ മൂന്നാമത്തെ കോളത്തിൽ വരുന്ന ഇത് മുഴുവൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇതാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കേണ്ടത്. സോ ദ ചൈൽഡ് ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്, ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് എന്നാവും മലയാളത്തിൽ. സെക്കൻഡ് എക്സാമ്പിൾ, ഡോക്ടർ ഹാസ് എക്സാമിൻഡ് ദ പേഷ്യൻറ്റ്, ഡോക്ടർ രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് എക്സാമിൻ, എക്സാമിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, എക്സാമിൻ്റെ പാസ്റ്റ് ടെൻസും എക്സാമിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രണ്ടും ഒന്ന് തന്നെയാണ്. പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. പക്ഷേ ബ്രേക്കിൻ്റേത് ബ്രോക്കും ബ്രോക്കണം. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ എക്സാമ്പിൾ, ദ മേസൺ ഹാസ് ബിൽറ്റ് ദ ഹാൾ. ഹാസ് ബിൽറ്റ്, ബിൽഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബിൽറ്റ്, അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്, ബിൽറ്റ്. സോ ദ മേസൺ ഹാസ് ബിൽറ്റ് ദ വാൾ, നിർമ്മിച്ചിട്ടുണ്ട് എന്നാവും. ഓർക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ, ദ ചൈൽഡ് ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്, പൊട്ടിച്ചിട്ടുണ്ട്. ദ ഡോക്ടർ ഹാസ് എക്സാമിൻഡ് ദ പേഷ്യൻറ്റ്, പരിശോധിച്ചിട്ടുണ്ട്. ദ മേസൺ ഹാസ് ബിൽറ്റ് ദ വാൾ, നിർമ്മിച്ചിട്ടുണ്ട് എന്നാവും. ഇനി ഏത് വെർബ് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ 3 രൂപങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. 3 രൂപങ്ങൾ പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. എല്ലാ വെർബുകൾക്കും 3 രൂപങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഏത് വെർബ് കിട്ടുമ്പോഴും അതിൻ്റെ 3 രൂപങ്ങൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. എക്സാമിൻ, എക്സാമിൻഡ്, എക്സാമിൻഡ്. പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. ബിൽറ്റ്, ബിൽറ്റ്, ബിൽറ്റ്. പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. ടേക്ക്, ടുക്ക്, ടേക്കൻ. പാസ്റ്റ് ടെൻസ് ടുക്ക് എന്നാവും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ എന്നാവും. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. പാസ്റ്റ് ആകുമ്പോൾ എയ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റൺ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രാങ്ക് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ ഡ്രങ്ക് എന്നാവും. ഓർക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ 3 രൂപങ്ങളും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഞാൻ മറുപടി പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.